രേഷ്മ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വളരെ പടനായകനെ പോലെ മുന്നോട്ട് പോവുകയാണ് അല്ലേ. ഒരുപാട് സൈബർ ആക്രമണങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്നത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തുടക്കം തുടങ്ങി തന്നെ മുന്നോട്ട് ശരിയാക്കി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഒപ്പം തന്നെ ചെറുപ്പക്കാരായ യുവാക്കളുടെ ഇടയിൽ പോലും ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ര മനോഹരമായി തന്നെ ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. വളരെ ജനകീയനായ ഒരു മുഖ്യമന്ത്രി. നമ്മൾ ഈ 10 വർഷം കാണാത്ത തരത്തിൽ കൂട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ഒപ്പം നിന്ന് വരെ സെൽഫി എടുക്കുന്നു, പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ചോദിക്കും ഇതൊക്കെയാണോ വലിയ കാര്യം? പക്ഷേ ഇതും നമ്മൾക്ക് സാധാരണക്കാർക്ക് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു ജനകീയനായ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പറഞ്ഞ കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിരുന്ന ആദ്യത്തെ കാര്യമാണ് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അതാ 15-ാം തീയതി മുതൽ ജൂൺ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ ഇനി വയോജനങ്ങൾക്കായി ഒരു പുതിയ വകുപ്പ് രൂപീകരിക്കുന്നു. അങ്ങനെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എല്ലാവർക്കും. അതിനിടയ്ക്ക് ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ പുറത്തു വന്നത് എങ്ങനെയാണ് മോഡിഫിക്കേഷൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് തലയാട്ടുന്ന ഒരു മുഖ്യമന്ത്രി. അപ്പോൾ ജനങ്ങൾക്കിടയിൽ വയോജനങ്ങളാവട്ടെ, ചെറുപ്പക്കാരാവട്ടെ, സ്ത്രീകളാവട്ടെ, അങ്ങനെ എല്ലാവർക്കിടയിലും കൃത്യമായിട്ടുള്ള ഒരു കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മാറിയിരിക്കുന്നു. നിലപാടിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യക്തമായ ധാരണയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശന്റെ പുതിയ നമുക്ക് കേൾക്കാൻ ഇപ്പൊ പൂക്കി മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പൂക്കി മുഖ്യമന്ത്രി എന്നതിലുപരി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിദ്യ പറഞ്ഞതുപോലെ തന്നെ നിലപാടിൻ്റെ അല്ലെങ്കിൽ ആ നിലപാട് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്ന ഒരു കാര്യമാണ്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞൊരു വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ആദ്യം എടുത്തൊരു നടപടിയായിരുന്നു. അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആലപ്പുഴയിൽ തല്ലിയ അല്ലെങ്കിൽ മർദ്ദിച്ച സംഭവം, ഗൺമാനും അതുപോലെ തന്നെ DYFI പ്രവർത്തകരും പോലീസുകാരും തല്ലിച്ചതച്ച സംഭവം, അതിന് തുടരന്വേഷണം എന്ന് വേണം ആദ്യമായിട്ട് അദ്ദേഹം എടുത്തൊരു നടപടിയായിരുന്നു അത്. അപ്പോൾ അതായത് വി.ഡി. സതീശൻ കയറി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു ഇല്ലാതിരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ അഴിമതികളൊക്കെ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചതിൽ എന്ത് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. നമ്മുടെ മക്കളെ തല്ലിയത് മറക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. അതെ, നമ്മുടെ പ്രവർത്തകരെ എന്നല്ല, സ്വന്തം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ വാക്കും അപ്പം ആ ഒരു നിർണായക നീക്കം ആദ്യ ഘട്ടം എന്ന നിലയിൽ ആ ഒരു നിർണായക നീക്കം. പിന്നെ നമുക്കറിയാം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രമുഖ ചാനലായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിലെ മുതലാളിമാർക്കെതിരെ രണ്ടാമതും ഒരു തുടരന്വേഷണം, മുട്ടിൽ മരമുറി കേസിൽ വീണ്ടും തുടരന്വേഷണം നടത്താനും അതുപോലെ തന്നെ ആ കേസിനെ വീണ്ടും കോടതിയിൽ എത്തിക്കാനും വി.ഡി. സതീശൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. അതിലുപരി നേരത്തെ വിദ്യ പറഞ്ഞതുപോലെ തന്നെ ഒരു ജനപ്രിയ മുഖ്യമന്ത്രിയാണ്. കുട്ടികളോടും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോടും എങ്ങനെ ഇടപഴകണം, എങ്ങനെ ഒരു ഈ MVDയുടെ അതായത് മോഡിഫിക്കേഷൻ എങ്ങനെയാണ് എന്നൊരു യുവാവ് ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് ആ മറുപടി പറയുന്നത്. അതായത് ഒരു ആക്ഷൻ മാത്രമാണ് ഒരു മറുപടി എന്ന് പറയുന്നത്. അത് കേരളക്കാരെ ഒന്നടങ്കം കൈനീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ, അതായത് യാതൊരു പാർട്ടിയിൽ ഇല്ലാത്തവർ പോലും പറയുന്നത് ഞങ്ങൾക്ക് കേരളത്തിൽ ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടി എന്നുള്ളതാണ്. അതായത് CPM-ഓ കോൺഗ്രസോ BJP ഒന്നും തന്നെ, അതായത് ഒരു പാർട്ടിയിൽ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാത്ത പലരും അതിനടിയിൽ, അതെ, രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ അവർക്ക് ഒന്നും അറിയത്തില്ല. ചിലപ്പം അവരതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. എങ്കിൽ പോലും ഈ പറയുന്ന ഒരു ജനകീയ മുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് വി.ഡി. സതീശനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പൊ അവരുടെ കമന്റുകൾ എന്ന് പറയുന്നത് ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ടു, ഇത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ആണെന്ന് പറയുന്നത്, പലരും അതിനെ എടുത്ത് റിയാക്ട് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം, രാഷ്ട്രീയം പോലും ഇല്ലാതെ അതിനെ പലരും എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് വളരെ സന്തോഷകരമായിട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു മറുപടി പറഞ്ഞതെന്ന്. പിന്നീട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മകളോടുള്ള വാത്സല്യം തോന്നി. അപ്പോൾ അത് മറ്റൊന്നും ഉദ്ദേശിച്ചില്ല. ആ സമയത്ത് അവൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ആ ചോദ്യത്തിൻ്റെ അവൻ്റെ ആ ഒരു ഇഷ്ടം, അവരത് ആൺകുട്ടികളാണ് അല്ലെങ്കിൽ യുവാക്കളാണ്, അവരാഗ്രഹിക്കുന്നത് മോഡിഫൈ ചെയ്തൊരു വണ്ടിയൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരുടെ ആ ഒരു ഇഷ്ടം അങ്ങ് നടപ്പിലാക്കില്ലേ എന്നൊരു ചോദ്യമാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അപ്പോൾ അത് ഞാൻ ശരിയാക്കാം എന്നാണ്
എന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. പക്ഷെ അദ്ദേഹം പറയുന്ന വാക്കുകൾ അതെ അതെ ഇത്രയേറെ ജനപ്രിയമാകുമെന്നൊന്നും കരുതി ചെയ്തതല്ല എന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലുന്നത്, അന്വേഷണം നടത്തുന്നതും, അതുപോലെ തന്നെ മുട്ടിൽ മരമുറി കേസിൽ ഈ ഒരു തുടരന്വേഷണം വരുന്നതും, ഈ പറയുന്ന യുവാക്കളോടുള്ള അദ്ദേഹത്തിന്റെ ഈ സമീപനവും അദ്ദേഹം അതിനെ നോക്കിക്കാണുന്നതും. അപ്പൊ അങ്ങനെയുള്ള വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തില് മുഖ്യമന്ത്രി ആര് തെരഞ്ഞെടുക്കണം എന്ന് പറയുന്നത് 5 ദിവസത്തോളം വലിയ രീതിയിൽ ഭയങ്കര ചർച്ചയും വിമർശനങ്ങളും ഒക്കെ ഉയർന്നിരുന്നതായിരുന്നു. 11 ദിവസം നീണ്ടു നിന്നെങ്കിലും വളരെ നിർണായകമായിട്ടുള്ള ആ ഒരു 5 ദിവസം ഉണ്ടായിരുന്നു. അവസാനമാണ് VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ എന്നറിയുന്നത്. പക്ഷെ ജനം ഒന്നടങ്കം പറഞ്ഞത് VD സതീശൻ എന്ന പേരാണ്. കാരണം ജനങ്ങൾ തെരുവിലിറങ്ങിയതും അദ്ദേഹത്തിന് വേണ്ടിയാണ്. കാരണം അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും വലിയ എടുത്തു പറയേണ്ടത് പറവൂരിൽ നിന്ന് അമ്മാളു അമ്മ എന്ന് പറയുന്ന ഒരു വൃദ്ധ അവിടേക്ക് വരുന്നു. അതായത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ വരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്രയും വലിയൊരു സത്യപ്രതിജ്ഞ ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് അമ്മാളു അമ്മ എന്ന് പറയുന്നത് ഈ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു. അവിടെ ചെന്നിട്ട് ആ സ്റ്റേജിൽ VD എന്റെ മകനെ കാണണമെന്ന് പറയുന്നു. ആ മകനെ കാണാനുള്ള സൗകര്യം അവിടുത്തെ പോലീസുകാരും എല്ലാവരും ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ VD സതീശനെ പോയി കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ അവിടെ ഒരു സ്നേഹ പ്രകടനം നമുക്ക് കാണാം. അതൊരിക്കലും ഒരു പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ PR വർക്ക് ചെയ്തിട്ടോ ഉള്ള കാര്യമല്ല. കാരണം പറവൂരിൽ ചെന്നാൽ അറിയാം VD സതീശൻ, അതെ VD സതീശൻ അവർക്ക് എന്താണ് എന്നുള്ളത്. അതായത് സതീഷ് ഏട്ടൻ എന്ന ഒരു വ്യക്തിയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നത്. അത് ആ അമ്മയുടെ മകനായിട്ടാണ് അമ്മ VD സതീശനെ കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും വയോജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനം എപ്പോഴും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറവൂർ മേഖലയിലൊക്കെ ഈ വയോജനങ്ങൾക്കായിട്ടുള്ള, നമ്മൾ മറ്റ് മേഖലകളിൽ കാണുന്നതിലും ഏറെ വയോജനങ്ങൾക്കായിട്ടുള്ള ക്യാമ്പുകൾ അല്ലെങ്കിൽ അവരുടെ ഓരോ മാസത്തെയും എന്താ പറയുന്ന വയോജന കൂട്ടായ്മകൾ, ഇതൊക്കെ കൃത്യമായി നടത്താനും അതിന്റെ കൃത്യമായിട്ടുള്ളൊരു എന്തായിരുന്നു അവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ എങ്ങനെ അത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തത വരുത്താൻ എപ്പോഴും VD സതീശൻ ആ ഭാഗത്ത് ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് VD സതീശൻ അവിടുത്തെ ജനങ്ങളോടുള്ള ഒരു സ്നേഹമാണല്ലോ റെക്കോർഡ് തരത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്. അതായത് ഒരു ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. 6ാം തവണയും ഒരു മണ്ഡലത്തിൽ MLA ആകുക എന്ന് പറയുന്നത് മറ്റാർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം 6ാം തവണ അവിടെ MLA ആയിക്കൊണ്ട് ചരിത്രം തിരുത്തി കുറിക്കുമ്പോൾ അദ്ദേഹത്തിനോട് അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന സ്നേഹം എത്രത്തോളം ആണെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, 10 വർഷം മറ്റൊരു പാർട്ടിയുടെ കയ്യിൽ ഭരണം ഇരുന്നതാണ്. അവിടെ നിന്നും തിരിച്ച ഭരണം ഞങ്ങൾ പിടിക്കും, വെറുതെ പിടിക്കുന്നതല്ല, 100-ലേറെ സീറ്റുകൾ ഉറപ്പിച്ചുകൊണ്ട് UDF മുന്നോട്ട് വരും എന്ന്, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ഒരു വ്യക്തി പറയണമെങ്കിൽ അത്രമാത്രമായിരിക്കും ആ വ്യക്തിയുടെ കോൺഫിഡൻസ്, അത്രമാത്രമായിരിക്കും അതിന് വേണ്ടി നടത്തിയ പ്ലാനിങ്ങുകൾ. കേരളത്തിലെ ജനങ്ങളുടെ പൾസ് ഏകദേശം അദ്ദേഹം മാത്രമല്ല ഓരോ UDF-കാരനും അത്തരത്തിലാണ് ഇപ്രാവശ്യം പ്രവർത്തിച്ചത്. പക്ഷെ ഓരോ UDF-കാരനും അങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണം തല അങ്ങനെ ആയതുകൊണ്ടാണ്. കൃത്യമായ ഒരു നിർദ്ദേശം മുകൾ നിരയിൽ നിന്ന് തന്നെ അവർക്ക് ലഭിച്ചിരുന്നു. എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം. നമ്മളൊരു പ്രാവശ്യം കണ്ടതാണ് ഇലക്ഷന്റെ വോട്ടെണ്ണൽ തീവ്രമായ ഘട്ടത്തിൽ എബിൻ വർക്കി മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞത് 5 ഘട്ടങ്ങൾ എണ്ണുമ്പോഴും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പുറകിൽ തന്നെയാവും, 5 ഘട്ടങ്ങൾക്ക് ശേഷമായിരിക്കും അദ്ദേഹം പിന്നെയും ലീഡ് ചെയ്യാനുള്ള സാധ്യത എന്ന്. അത് കൃത്യമായിരുന്നു. അതായത് അത്രയേറെ വർക്ക് ചെയ്തിരുന്നു UDF എന്നാ പറയുന്നത്. അതിനെല്ലാം കാരണക്കാരനായിരുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ 5 വർഷം അല്ലെങ്കിൽ ഈ 10 വർഷം കൊണ്ട് തിരിച്ച് ഭരണം പിടിക്കാൻ എനിക്ക് സാധിച്ചില്ല എങ്കിൽ, അതും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാധിച്ചില്ല എങ്കിൽ, പിന്നെ എന്തിന് ഞാനൊരു നേതാവായി തുടരണം, അതിന് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ്. അപ്പൊ അത്ര ശക്തമായി പറയാനുള്ള ഒരു കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല അത്രയും സത്യസന്ധമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇപ്പൊ ഈ UDF-ല് വലിയ രീതിയിൽ തന്നെ ജന ഒഴുക്ക് ഉണ്ടാകുമെന്നുള്ളൊരു തോന്നൽ എവിടെയാണ് തോന്നിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 10 വർഷത്തെ ഇതില് 5 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കുള്ളിലുണ്ട് എന്നുള്ള കാര്യം ഈ പറയുന്നത് പോലെ തന്നെ VD സതീശനും ആ ഗ്യാങ്ങിനും തന്നെ വലിയ രീതിയിൽ വ്യക്തമായ ഒരു കാര്യമാണ്. അതായത് ഈ ഒരുപക്ഷെ UDF-ൽ ഇല്ലാത്ത ആളുകൾ പോലും UDF-ന് കുത്തണം എന്ന് തോന്നിയത് ഈ 5 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കുള്ളിൽ ഒന്നടങ്കം
ഉണ്ടായി. അതായത് ചെറിയ ആളുകൾ മുതൽ വലിയ ഒരു വൃദ്ധൻ, ഇപ്പൊ അങ്ങനെ വേണമെങ്കിൽ പറയാം, ആ ഒരു ആളുകൾ വരെ നോക്കുകയാണെങ്കിൽ ജനങ്ങളും അദ്ദേഹത്തെ പിന്തുണച്ചു എന്നുള്ളതാണ്. പിന്തുണച്ചതല്ല, ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാറിക്കുത്തി എന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു രീതിയായിരുന്നു വി.ഡി. സതീശന്റെ ഗ്യാങ് നടത്തിയത്. അതായത് ആ ഒരു ഭരണവിരുദ്ധ വികാരത്തെ തങ്ങൾക്കൊരു വലിയ ഭൂരിപക്ഷമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വി.ഡി. സതീശനും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലും കെ. സുധാകരനും അടങ്ങുന്ന, രമേശ് ചെന്നിത്തലയൊക്കെ അടങ്ങുന്ന വലിയൊരു ഗ്യാങ് അതിനു വേണ്ടിയിട്ട് രാപ്പകൽ പരിശ്രമിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതിനു വേണ്ടിയിട്ട് ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം, തൃശ്ശൂരിൽ ഇപ്പൊ വിജയിച്ച് മന്ത്രിയായിരിക്കുന്ന OJ ജനീഷ് ഉൾപ്പെടെയുള്ള പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതിന് പിന്നിലുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഭരണവിരുദ്ധ വികാരം വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ ഷാഫി പറമ്പിൽ, ഞാൻ മറന്നുപോയതാണ് കേട്ടോ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള പല പ്രമുഖർക്കും അത് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം സിൽവർ ലൈനിന്റെ കാര്യം. സിൽവർ ലൈനിൽ ആ ഒരു പദ്ധതി തന്നെ റദ്ദാക്കി കളഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താണോ ഇലക്ഷന് മുൻപ് പറഞ്ഞിരുന്നത് അതെല്ലാം കൃത്യമായ രീതിയിൽ ഇപ്പോൾ ആശാ വർക്കർമാരെ നാളുകളോളം വെയിലും മഴയും ഏറ്റ് അവിടെ സത്യാഗ്രഹം ഇരിക്കുകയും അവർക്ക് വേറൊന്നിനുമല്ല, അവരുടെ നിസാരം ഒരു തുകയാണ് അവർ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അതുപോലും കണ്ണടച്ച് അവരെ നോക്കി ഒരുപക്ഷെ കളിയാക്കി ചിരിക്കുക പോലും ചെയ്തിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ താഴെ വീണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന സൈബർ അറ്റാക്കുകൾ 3000 രൂപയാണോ വി.ഡി. സതീശന് കൂട്ടാൻ പറ്റിയത് എന്ന് ചോദിക്കാൻ മാത്രം തരം താണ് പോയി മറ്റു പാർട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അത്രമാത്രം അസൂയോ കുറുമ്പോ അല്ലെങ്കിൽ നാണക്കേടോ ഒക്കെ ഉണ്ട് അവർക്കെന്ന് മനസ്സിലാവും അല്ലെ. അല്ലെങ്കിൽ അവർ ഇത്രയും നിസ്സാരമായിട്ട് സൈബർ ആക്രമണം എന്ന് പറയുന്നത് വി.ഡി. സതീശന്റെ മുന്നിൽ വില പോകില്ല എന്നുള്ളതാണ്. കാരണം സൈബർ ആക്രമണങ്ങൾ അവർക്കത് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചിരി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ല, ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വലിയ ഭൂരിപക്ഷത്തിലെത്തി ഭരണം കൈപിടിച്ച് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നവർക്ക് ഏറെക്കുറെ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചെളിവാരി പൊത്തുക എന്നുള്ള രീതിയിലേക്ക് വേണം നീങ്ങാൻ. അത് നമുക്ക് ഇതിനു മുമ്പും പല ഉദാഹരണങ്ങളുണ്ട്. ഷാഫി പറമ്പിലിനെതിരെ വന്ന കേസുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ പ്രചാരണ സമയത്തൊക്കെ ഉണ്ടാക്കി ഒരുപാട് പ്രശ്നമുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ ഫാത്തിമ തെഹ്ലിയ എന്ന് പറയുന്ന ആ യുവ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇപ്പം MLA ആയിരിക്കുന്ന ഫാത്തിമ തെഹ്ലിയക്കെതിരെ പ്രചാരണ സമയത്ത് കൊണ്ടുവന്ന വലിയ പ്രചാരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് മൈക്കിലൂടെ വിളിച്ച് പറയുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നടക്കും. ഇപ്പൊ വി.ഡി. സതീശൻ ഭരണത്തിനെതിരെ ഇനി ഒരു നെഗറ്റീവ് കൊണ്ടുവരിക അല്ലാതെ വേറെ അവർക്ക് വഴിയില്ല. ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകളുടെ താഴെ വരുന്ന കമന്റുകൾ എപ്പോഴും വായിക്കാറുണ്ടോ? ഈ കമന്റുകളിൽ 100 കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ 85 കമന്റും വി.ഡി. സതീശൻ അനുകൂലമായിട്ടുള്ള കമന്റുകളായിരിക്കും. എന്തിനാണ് നിങ്ങൾ പലപ്പോഴും പല വളരെ നല്ല വീഡിയോ ചെയ്തിരുന്ന ആളുകളുടെ കമന്റിന് താഴെ വന്ന് പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ വീഡിയോ വളരെ നല്ലതായിരുന്നു, അതുകൊണ്ട് മാത്രം ഞങ്ങൾ കണ്ടിരുന്നതാണ്, പക്ഷെ നിങ്ങളിപ്പോൾ വളരെയധികം അതപ്പതിച്ചിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ വീഡിയോയ്ക്ക് താഴെ ഞാൻ കണ്ട ഒരു കമന്റ് ആയിരുന്നു. അപ്പൊ അതായത് അവർ പറയുന്നത്, ഞാൻ ഒരു പാർട്ടിയിലും പെട്ട അംഗമല്ല, പക്ഷേ വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം നിങ്ങളുടെ വീഡിയോകൾക്ക് താഴെ വീഡിയോകൾ വളരെ മോശമാവുകയും നിലവാരമില്ലാത്തതായി മാറുകയും ചെയ്തു എന്നാണ്. അതായത് അവരുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, വി.ഡി. സതീശനെ എങ്ങനെയെങ്കിലും തറപറ്റിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ താറിടിച്ചു കാണിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും വിലപ്പോകുന്നില്ല. സാധാരണക്കാരായ ജനങ്ങൾ രാഷ്ട്രീയം മറന്നാണ് വി.ഡി. സതീശനെ 2 കൈ നീട്ടി സ്വീകരിച്ചത്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തിൽ അവസാനത്തെ 5 വർഷം അവരനുഭവിച്ച ബുദ്ധിമുട്ട്, നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച ബുദ്ധിമുട്ട് മാറ്റിത്തരാൻ, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് തടഞ്ഞ് ഒരു ആശ്വാസമേകാൻ, ഒന്നും വേണ്ട, ഒന്ന് ചിരിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായാൽ മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഇത്രയേറെ ജനപ്രിയനാക്കി വി.ഡി. സതീശനെ മാറ്റിയിരിക്കുന്നതും എന്നാണ് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്.